ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് നിലവിൽ വന്ന വർഷം 2000 നവംബർ 1. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ റായ്പൂരാണ് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ CM വെച്ചാൽ വിഷ്ണു ദേശായി ആണ്. സംസ്ഥാന മൃഗം വരുന്നത് കാട്ടെരുമയാണ്. ഹൈക്കോടതി വരുന്നത് ബിലാസ്പൂരാണ്. സംസ്ഥാന പക്ഷി ഹിൽമൈനയാണ്. സംസ്ഥാന വൃക്ഷം സാലാണ്. എന്തൊക്കെയാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. സംസ്ഥാനം നിലവിൽ വന്ന വർഷം 2000 നവംബർ 1. തലസ്ഥാനമായിട്ട് വരുന്നത് റായ്പൂരാണ്. ഹൈക്കോടതി വരുന്നത് ബിലാസ്പൂരാണ്. സംസ്ഥാന മൃഗം കാട്ടെരുമയാണ്. സംസ്ഥാന പക്ഷി ഹിൽമൈനയാണ്. സംസ്ഥാന വൃക്ഷം സാലാണ്. ഇപ്പോഴത്തെ CM ആലോചിച്ചാൽ വിഷ്ണു ദേശായി ആണ്. പിന്നെ ഛത്തീസ്ഗഡിൻ്റെ പ്രധാന ഫാക്ട്സുകളൊന്ന് നോക്കാം. 36 ഫോർട്ട്സ് എന്ന പേരിനർത്ഥം വരുന്ന സംസ്ഥാനം. 36 കോട്ടകൾ എന്ന പേരിനർത്ഥം വരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ്. ടിൻ അയിര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. ടിൻ അയിര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. കൊറിയ എന്ന പേരിൽ ജില്ലയുള്ള സംസ്ഥാനമാണ്. കൊറിയ എന്ന പേരിലുള്ള ജില്ലയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമാണ്. റൈസ് ബോൾ ഓഫ് സെൻട്രൽ ഇന്ത്യ, നെൽപാത്രം ഓഫ് സെൻട്രൽ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൻ്റെ പ്രധാന നദികൾ ഏതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഗോദാവരി, മഹാനദി, ഇന്ദ്രാവതി, ശബരി, സോൺ. ഏതൊക്കെയാണ് പ്രധാന നദികൾ? ഗോദാവരി, ഇന്ദ്രാവതി, മഹാനദി, ശബരി, സോൺ. പ്രധാന നാഷണൽ പാർക്സുകൾ ചോദിക്കുകയാണെങ്കിൽ നാഷണൽ പാർക്സുകൾ നോക്കാം. ഇന്ദ്രാവതി നാഷണൽ പാർക്സ്, ഗംഗർ ടി നാഷണൽ പാർക്സ്. പ്രധാന താപവൈദ്യുതി നിലയങ്ങൾ നോക്കാം. തെർമൽ കോർബ, സിപ്പാറ്റാണ്. കോർബ, സിപ്പാറ്റ് എന്നാണ് പ്രധാന താപവൈദ്യുതി നിലയങ്ങൾ. പ്രധാന സാങ്ച്വറീസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസുകൾ നോക്കാം. പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് സീതാനാഡി, ബർണവപ്പാര, അച്ഛനക്മാർ. സീതാനാഡി, ബർണവപ്പാര, അച്ഛനക്മാർ. പ്രധാന ടൈഗർ റിസർവ്സുകളൊക്കെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇന്ദ്രാവതിയാണ്. പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് ഇന്ദ്രാവതിയാണ് ഛത്തീസ്ഗഡിൽ വരുന്നത്. പിന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ പിൽഗ്രിമേജ് നോക്കാം. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അംബികാപുരയിലെ കൈലാസ് ഗുഹകളും റായ്പൂരിലെ ജഗന്നാഥ ക്ഷേത്രവും. അംബികാപുരയിലെ കൈലാസ് ഗുഹകളും റായ്പൂരിലെ ജഗന്നാഥ ക്ഷേത്രവും. ഛത്തീസ്ഗഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം വരുന്നത് കൾച്ചറൽ ക്യാപിറ്റൽ അറിയപ്പെടുന്നത് റായ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൻ്റെ ആദ്യ മുഖ്യമന്ത്രി അജിത് ജോഗിയാണ് ഫസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് വന്നത്. IAS കാരനായ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി. ഛത്തീസ്ഗഡിലെ പ്രധാന ഉരുക്ക് നിർമ്മാണശാലയാണ് ഭിലായ് ആണ് ഛത്തീസ്ഗഡിലെ പ്രധാന ഉരുക്ക് നിർമ്മാണശാല. 1957 ഒന്നാണ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ചോദിക്കാറുണ്ട്. ഭിലായ് ഉരുക്ക് നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം റഷ്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഉരുക്ക് നിർമ്മാണശാല ഏതാണെന്ന് ചോദിച്ചാൽ ഭിലായ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഉരുക്ക് നിർമ്മാണശാലയാണ് ഭിലായ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിക്കാറുണ്ട്. ഷിയോനാഥ് നദിയുടെ തീരത്താണ് ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വീതിയുള്ള വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വീതിയുള്ള വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ഇന്ദ്രാവതിയാണ്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ ചോദിച്ചാൽ ഇന്ദ്രാവതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി എന്ന് ചോദിച്ചാൽ ഷിയോനാഥാണ്. മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ ഷിയോനാഥാണ്. ഷിയോനാഥുമായി ബന്ധപ്പെട്ട സ്വകാര്യ കമ്പനി വെച്ചാൽ റേഡിയഡ് വാട്ടർ ലിമിറ്റഡ് ആണ്. തിരത്ഗഡ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡാണ്. തിരത്ഗഡ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. പിന്നെ അതുപോലെ തന്നെ
ഛത്തീസ്ഗഡിലെ പ്രശസ്തമായ നാടൻ നൃത്താരൂപം ചോദിക്കാറുണ്ട്. റാവത്ത് നാച്ചയാണ് ഛത്തീസ്ഗഡിലെ പ്രശസ്തമായ നാടൻ നൃത്തരൂപമാണ് റാവത്ത് നാച്ച. ഇന്ത്യയിലെ ഏറ്റവും വലിയ അലുമിനിയം പ്ലാന്റ് ബാൽക്കോയാണ്. ഛത്തീസ്ഗഡിലെ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അലുമിനിയം പ്ലാന്റ് ബാൽക്കോ ആണ്. ഗോദാവരി, പിന്നെ നെക്സ്റ്റ് ഫാക്ട്സുകൾ നോക്കാം. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഇന്ദ്രാവതിയാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദി. നക്സൽ ഭീഷണി നേരിടാൻ ഛത്തീസ്ഗഡ് സർക്കാർ 2025 തുടങ്ങിയ നടപടിയാണ് സൽവ-ജുധും. 2009 ഛത്തീസ്ഗഡിൽ നക്സലുകൾക്കെതിരെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. 2010 76 പേരുടെ മരണത്തിന് കാരണമായ നക്സൽ ആക്രമണമാണ് ദണ്ഡേവാഡ. ഛത്തീസ്ഗഡിലെ പ്രധാന ആഘോഷമാണ് ഗോഞ്ച. ഛത്തീസ്ഗഡിലെ പ്രധാന വിള നെല്ല്. ഇന്ത്യയിൽ ആദ്യമായി ജിയോ തെർമൽ പ്ലാന്റ് ആരംഭിച്ചത് ബൽറാംപൂരിലാണ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് റായ്പൂരിലാണ്. വിവേകാനന്ദ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് റായ്പൂരിലാണ്. ഇന്ത്യയിൽ ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ മിഷൻ തുടക്കം കുറിച്ചത് ഗുരുഭട്ടാണ്. ഇന്ത്യയിൽ ആദ്യ വാണിജ്യ തർക്ക പരിഹാര കോടതി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ തർക്ക പരിഹാര കോടതി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം മൊത്തം. ഫസ്റ്റ്, ഛത്തീസ്ഗഡ് നിലവിൽ വന്ന വർഷം 2000 നവംബർ 1. തലസ്ഥാനം വരുന്നത് റായ്പൂരാണ്. ഹൈക്കോടതി വരുന്നത് ബിലാസ്പൂരിലാണ്. സംസ്ഥാന മൃഗം കാട്ടെരുമയാണ്, ബൈസണാണ്. സംസ്ഥാന പക്ഷി ഹെൽമൈനയാണ്. സംസ്ഥാന വൃക്ഷം സാലാണ്. ഇപ്പോഴത്തെ CM വിഷ്ണു ദേശായി ആണ്. 36 കോട്ടകൾ, 36 ഫോർട്ട്സ് എന്ന പേരിൽ കോട്ടകൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. മധ്യപ്രദേശിനെ വിഭജിച്ച സംസ്ഥാനമാണ്. ടിൻ അയിര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. കൊറിയ എന്ന പേരിൽ ജില്ലയുള്ള സംസ്ഥാനമാണ്. ദക്ഷിണ കോസലം ദണ്ഡകാരണ്യം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഇന്ത്യയിൽ ഏറ്റവും അധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനം. ദ റൈസ് ബൗൾ ഓഫ് സെൻട്രൽ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. പ്രധാന നദികൾ വെച്ചാൽ ഗോദാവരി, മഹാനദി, ഇന്ദ്രാവതി, ശബരി, സോൺ. പ്രധാന നാഷണൽ പാർക്സുകളൊക്കെ ഇന്ദ്രാവതി നാഷണൽ പാർക്സും ഗംഗർട്ടി നാഷണൽ പാർക്സും. പ്രധാന താപവൈദ്യുതികളാണ് കോർബ, സിപ്പാറ്റാണ്. പ്രധാന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നോക്കുകയാണെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ സീതാനാടി, ബർണവപ്പാറ, അസ്നക്മാർ. പ്രധാന ടൈഗർ റിസർവ്സുകൾ ഇന്ദ്രാവതിയാണ്. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ അംബികാപുരയിലെ കൈലാസ് ഗുഹകളും റായ്പൂരിലെ ജഗന്നാഥ ക്ഷേത്രവും. ദെൻ ഛത്തീസ്ഗഡിലെ സാംസ്കാരിക തലസ്ഥാനം ചോദിക്കുകയാണ്. കൾച്ചറൽ ക്യാപിറ്റൽ വെച്ചാൽ റായ്ഗഡാണ്. ഛത്തീസ്ഗഡിലെ ആദ്യ മുഖ്യമന്ത്രി അജിത് ജോഗിയാണ്. IAS കാരനായ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് അജിത് ജോഗി. ഛത്തീസ്ഗഡിലെ പ്രധാന ഉരുക്ക് നിർമ്മാണശാലയായ ഭിലായ് 1989 ഭിലായ് ഉരുക്ക് നിർമ്മാണശാലയുടെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം റഷ്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും ലാഭത്തിൽ